മലയാളികൾക്ക് അധികം പരിചയമില്ലാത്ത കാടിന് നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രം. മലമുകളിലെ ശ്രീകൃഷ്ണൻ, അതാണ് ഹിമോത് ഗോപാലസ്വാമി ക്ഷേത്രം. കർണാടക സംസ്ഥാനത്തെ ചാമരാജനഗർ ജില്ലയിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായ ഗുണലഗി മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഹിമോത് ഗോപാലസ്വാമി ക്ഷേത്രം. സമുദ്രനിരപ്പിൽ നിന്നും 1450 മീറ്റർ ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ ഏറിയ ഭാഗവും മഞ്ഞുകളാൽ മൂടപ്പെട്ടു നിൽക്കുന്നതുകൊണ്ടാണ് ഹിമോത് ഗോപാലസ്വാമി എന്ന പേര് വന്നത്. ഹിമോത് എന്നാൽ കന്നഡയിൽ മഞ്ഞ് എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു ദേവനായ കൃഷ്ണൻ്റെ പേരുകളിൽ ഒന്നായ ഗോപാലസ്വാമിക്കാണ് ഈ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഗർഭഗൃഹത്തിൽ ഒരു മരത്തിനടിയിൽ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്ന രീതിയിലുള്ള കല്ലിൽ കൊത്തിയ വിഗ്രഹമാണ് നമുക്കവിടെ കാണാൻ കഴിയുക. ഗോപാലസ്വാമിയുടെ വിഗ്രഹത്തിനരികിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരായ രുക്മിണിയെയും സത്യഭാമയെയും കാണാം. ഇവിടെ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണ ഭഗവാനാണ് ഇവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ഐതിഹ്യമനുസരിച്ച് അഗസ്ത്യമുനി കഠിനമായ തപസ് അനുഷ്ഠിച്ചുവെന്നും അതിൻ്റെ ഫലമായി വിഷ്ണു ഈ സ്ഥലത്തെ അനുഗ്രഹിക്കുകയും ഇവിടെ വസിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊരു ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു നാൾ ഹൊയ്സള രാജാവ് വീരബല്ലാളർ ഇതുവഴി യാത്ര ചെയ്യുകയുണ്ടായി. മലമുകളിൽ ഒരു സ്ഥലത്ത് രാത്രി വിശ്രമിക്കുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുവാൻ അരുൾ ചെയ്തു. ഉറക്കമുണർന്ന രാജാവ് അതിനെ ദൈവകൽപ്പനയായി കാണുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു. ഓടക്കുഴൽ വായിക്കുന്ന ബാലരൂപത്തിലുള്ള കൃഷ്ണനായിരുന്നു സ്വപ്നത്തിൽ വന്നത്. അതുകൊണ്ടാണ് ബാലരൂപത്തിലുള്ള ഗോപാലസ്വാമിയെ അവിടെ പ്രതിഷ്ഠിച്ചത്. 1315 ഈ ക്ഷേത്രം പണിതതായി വിശ്വസിക്കപ്പെടുന്നു. അതിനുശേഷം വോഡയാർ രാജവംശവും ഈ ക്ഷേത്രം പുതുക്കി പണിതതായി പറയപ്പെടുന്നു. മൈസൂരുവിൽ നിന്നും 75 കിലോമീറ്ററും ഗുണ്ടിൽപേട്ടിൽ നിന്നും 12 കിലോമീറ്ററുമാണ് ഇവിടെയുള്ള ഹിൽ സ്റ്റേഷനിലേക്ക് എത്തുവാനുള്ള ദൂരം. ഈ ഹിൽ സ്റ്റേഷൻ വരെ മാത്രമേ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കർണാടക KSRTC ബസ്സിൽ വേണം യാത്ര ചെയ്യുവാൻ. ഹിൽ സ്റ്റേഷനിൽ നിന്ന് ക്ഷേത്രത്തിലേക്കും ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഹിൽ സ്റ്റേഷനിലേക്കുമുള്ള യാത്രയ്ക്ക് ബസ് ഫെയറായി വരുന്നത് ഒരാൾക്ക് 70 രൂപയാണ്. ബന്ദിപ്പൂർ നാഷണൽ പാർക്കിൻ്റെ ഭാഗമായതിനാൽ ഇവിടെ ആനയെയും പുലിയെയും വരെ കാണാൻ കഴിഞ്ഞേക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ വിശ്വാസികൾക്ക് പുറമെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ടൂറിസ്റ്റുകളും വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹിമോത് ഗോപാലസ്വാമി ക്ഷേത്രം ഒരു തീർത്ഥാടന കേന്ദ്രവും അതോടൊപ്പം പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഒരു സ്ഥലവും കൂടിയാണ്.